ഈ വീഡിയോയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആസിം മുനീറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസിം മുനീർ ഇപ്പം ഏറ്റവും കൂടുതൽ വെളിയിലൊന്നും കൂടുതലായിട്ട് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കറപ്ഷൻ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്റർനലി പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഇന്റർനലി അയാളുടെ മേലുള്ള കുറെ കേസുകളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളുടെ പൈസ മോഷ്ടിച്ചു എന്നുള്ള പേരിലൊന്നും ആരെയും അവിടെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവിടെ കാലാകാലങ്ങളായിട്ട് ഇരുന്ന് വന്നിരിക്കുന്ന എല്ലാ നേതാക്കളും എല്ലാ ആർമി ജനറൽസും എല്ലാം തന്നെ ഈ മോഷ്ടാക്കളാണ്. ഇപ്പൊ ഈ അസീം മുനീറിന് പകരം ഇപ്പം ISIയുടെ തലപ്പത്തിരിക്കുന്ന അസീം മാലിക്, അസീം മുനീറിന്റെ ഇപ്പോഴത്തെ ആർമി ജനറൽ എന്നുള്ള ഒരു പൊസിഷനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അസീം മാലിക്. അസീം മാലിക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഇരുന്ന ISI ഉദ്യോഗസ്ഥരെക്കാളും എല്ലാം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഇന്ത്യ വിരുദ്ധത്തെ പ്രചരിപ്പിക്കുന്ന ആളാണ് അസീം മാലിക്. ഇപ്പൊ അസീം മാലിക്കാണ് കാര്യങ്ങളൊക്കെ അവിടെ നിയന്ത്രിക്കുന്നത്. അസീം മുനീറിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉള്ളത് കൊണ്ട് തന്നെ അസീം മുനീർ കുറച്ച് മാറി നിൽക്കുകയാണ്. അല്ലാതെ അസീം മുനീർ നാട് വിട്ടു പോയിട്ടില്ല. അസീം മുനീറിന്റെ കുടുംബം മാത്രമേ നാട് വിട്ടു പോയിട്ടുള്ളൂ. അസീം മുനീർ ഏത് നേരത്തും നാട് വിട്ടു പോയേക്കാം. പക്ഷെ അതിന് പാകിസ്ഥാന്റെ നിലവിലത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ടാണെങ്കിൽ അയാൾക്ക് നാട് വിടാൻ പറ്റില്ല. അതാണ് ഇപ്പൊ നിലവിലുള്ള ഒരു അവസ്ഥ. ഇപ്പൊ അടുത്തത് കശ്മീരിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിർണായക ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പെഹൽഗാമിൽ ഈ പാർക്കിൽ ഒരു സിപ്പ് ലൈൻ ഘടിപ്പിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു വിനോദ ആക്ടിവിറ്റി എന്നുള്ള നിലയിലാണ് ഇത് അവിടെ പ്രവർത്തിക്കുന്നത്. അതിലൊരു വ്യക്തി ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ നേരത്ത് ഈ സിപ്പ് ലൈനിന്റെ ഓപ്പറേറ്റർ ഈ വെടിയൊച്ച കേൾക്കുന്നുണ്ട്. അതായത് ഈ തീവ്രവാദികൾ അവിടെ വെടിവെക്കുന്നത് കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് ഓരോ തവണ വെടിയുതിർക്കുമ്പോഴും ഇയാൾ ഇവിടെ നിന്ന് അല്ലാഹു അക്ബർ എന്നുള്ള ഒരു വാക്കാണ് പറയുന്നത് ഓരോ വെടിക്കും. ഈ സിപ്പ് ലൈൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വിനോദസഞ്ചാരി അയാൾക്ക് വേണ്ടിയിട്ട്, അയാളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പകർത്തുന്ന വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയില് ഈ കൃത്യമായിട്ടുള്ള ഈ ഒരു വെടിവെച്ചയും അതിനൊത്ത് ഇയാൾ പറയുന്ന വാക്കും അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. NIA ഈ ഒരു വ്യക്തിയെ, ഈ ഒരു ഓപ്പറേറ്ററെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ചോദ്യം ചെയ്യാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു അറിവ് ആ പാർക്കിൽ പലതരത്തിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർക്ക്, അതായത് കശ്മീരി ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഈ തീവ്രവാദികൾ ഇറങ്ങി വന്ന് ഈ ഒരു ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ ലോക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിന് നമ്മൾ കശ്മീരിലുള്ള എല്ലാവരും ഈ തീവ്രവാദ ആക്രമണത്തിൽ പ്രതികളാണെന്നല്ല പറയുന്നത്. ചില തീവ്ര നിലപാടുള്ള ആൾക്കാർ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയ കോക്കർനാഗ്, ഈ കോക്കർനാഗ് എന്ന് പറഞ്ഞ മേഖലയിൽ അവിടെ നല്ല രീതിയിലുള്ള കൺഫ്രന്റേഷൻ ആണ് നടക്കുന്നത്. ഇനിയിപ്പോ ഈ ഒരു തീവ്രവാദികൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത്. ഈ കോക്കർനാഗ് എന്ന് പറഞ്ഞ മേഖലയിൽ ഏറ്റവും കൂടുതൽ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ് ഇന്ത്യൻ ആർമി ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഫോഴ്സ്. അപ്പൊ എന്തായാലും ഇന്ന് കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ ഈ ഒരു വിഷയം കവർ ചെയ്യുന്നത്. ഇന്ത്യയുടെ റിറ്റാലിയേഷന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഈ ഓപ്പൺ ബോർഡറിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഇന്ത്യ കൂടുതലായിട്ട് അങ്ങോട്ട് കയറി ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനം ഇപ്പം എടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ യുദ്ധം നടത്തുന്നില്ല, അല്ലെങ്കിൽ യുദ്ധം വേണ്ട എന്നുള്ളതിലുപരിയായിട്ട് ഇവിടെ യുദ്ധം ഇന്ത്യ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നില്ല. യുദ്ധം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്, അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ മിസൈൽ ഉണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ, ഒരുപാട് കൊട്ടക്കണക്കിൽ മിസൈൽ ഉണ്ട്. ഇന്ത്യയിൽ ഡൽഹി വരെ മിസൈൽ വരും, അതിലുപരിയായിട്ട് കൊച്ചിയിൽ വരും എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ ഫുൾ ആൻഡ് ഫുൾ പ്രൊപ്പഗൻഡയാണ്. അതാദ്യം മനസ്സിലാക്കണം. പാകിസ്ഥാനിന് ഇന്ത്യക്കുള്ളിൽ ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ പർപ്പസ്ഫുള്ളി ഏതെങ്കിലും ഒരാൾ മിസൈൽ വിടണമെന്നുണ്ടെങ്കിൽ വിടാം. പക്ഷെ ഇന്ത്യ വെറുതെ നോക്കിയിരിക്കത്തില്ല. ഇന്ത്യക്ക് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഇന്ത്യൻ എക്കോണമിക്ക് നല്ലതല്ല. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യ തിരിച്ചടിക്കും, പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഇത്തവണത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളുടെ സങ്കേതങ്ങളാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്ത്യ പാകിസ്ഥാന്റെ പൊതുജനങ്ങളുടെ മേളിൽ ചെന്ന് ബോംബിടണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യ ചെയ്യത്തുമില്ല. പിന്നെ ഈ അണുബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഭീഷണി, അതൊക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പാകിസ്ഥാനികൾ കുറെ അവിടെ നിന്ന് പടച്ചു വിടുന്ന ചില റൂമേഴ്സും ചില പ്രൊപ്പഗൻഡ വാർത്തകളുമാണ്. അത് ഇൻക്ലൂഡിങ് പാകിസ്ഥാന്റെ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആണവായുധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പോകുന്നില്ല. അത് ജസ്റ്റ് ഒരു ത്രെട്ട് മാത്രമാണ്. പിന്നെ ചൈന ഇന്ന് പാകിസ്ഥാനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. തുർക്കി അവരുടെ C-130 എന്ന് പറഞ്ഞ ഹെർക്കുലസ് കാർഗോ ട്രാൻസ്ഷിപ്മെന്റ് ആ ഒരു എയർക്രാഫ്റ്റ് കാരിയർ 3 തവണയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്നലെ ലാൻഡ് ചെയ്തത്. ഇന്നലെ പാകിസ്ഥാൻ JF-17 വെച്ചുകൊണ്ട് ഒരു ട്രയൽ, ഒരു മോബ് ഡ്രില്ല് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മോബ് ഡ്രില്ല് ആ ഒരു JF-17 എന്ന് പറഞ്ഞ ആ ചൈനീസ് എയർക്രാഫ്റ്റ് ക്രാഷ്ഡ് ആയിരിക്കുകയാണ്. അത് പൊട്ടിത്തെറിച്ച് വീണിരിക്കുന്നു. ഇത് അവരുടെ വെസ്റ്റേൺ സൈഡിൽ നിന്നും ഈസ്റ്റേൺ സൈഡിലേക്ക്, അതായത് കശ്മീരിന്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ അവർ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറീസ് ഒക്കെ മൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ നിരനിരയായിട്ട് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ പാകിസ്ഥാന് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ എയർക്രാഫ്റ്റുകൾ മാത്രം വെച്ച് ഈ ഒരു യുദ്ധം നേരിടേണ്ടി വരും, യുദ്ധം വന്നു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ അറ്റാക്ക് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകളൊക്കെ ആവശ്യമുണ്ട്. DVRMS കാറ്റഗറിയിലൊക്കെ വരുന്ന മിസൈൽസ് ഒക്കെ ആ രീതിയിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ, അതായത് 150 കിലോമീറ്റർ റേഞ്ചിലൊക്കെ വരുന്ന മിസൈൽസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചൈന ഇവർക്ക് കുറെ മിസൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചൈന അർജന്റ് ബേസിസിലാണ് കൊടുത്തത്. അതിപ്പം ഈ ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ അർജന്റ് ബേസിസിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അർജന്റ് ട്രാൻസ്ഫർ ഓഫ് സ്റ്റോർസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. S-400 നമുക്ക് കിട്ടാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് എത്രയും വേഗം റഷ്യയുടെ കയ്യിൽ നിന്ന് പ്രഷർ ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. കാരണം അത് മേടിച്ച് അതും കൂടെ നമുക്ക് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ സെക്യൂർ ആയി. ചൈനയുടെ കയ്യിലുള്ളത് PL-15 എന്ന് പറഞ്ഞ 200 കിലോമീറ്റർ റേഞ്ച് ഉള്ള മിസൈൽ സിസ്റ്റമാണ് ചൈനയുടെ കയ്യിലുള്ളത്. പക്ഷെ ചൈന പാകിസ്ഥാന് കൊടുക്കുന്നത് PL-5E എന്ന കാറ്റഗറിയിൽപ്പെട്ട എയർ ടു എയർ മിസൈൽസ് ആണ് അവർ കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് എയർ ടു എയർ മിസൈൽസിന്റെ കാര്യമാണ്. അതായത് ഫൈറ്റർ ജെറ്റിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആ എയർ ടു എയർ മിസൈലിന്റെ കാര്യമാണ് പറയുന്നത്. ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന PL-5E കാറ്റഗറിയിൽ വരുന്ന എയർ ടു എയർ മിസൈലിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ ആണ്. അതാണ് അതിന്റെ റേഞ്ച്. കാരണം 200 to 300 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് ചൈന കൊടുക്കില്ല. കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ വരുന്ന ആ ഒരു കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മറ്റൊരു രാജ്യത്തിന് കൊടുക്കില്ല. അത് എത്ര സുഹൃത്ത് രാജ്യമാണെങ്കിലും കൊടുക്കില്ല. ചൈനയുടെ പല ഡിഫൻസ് പ്രോഡക്റ്റുകളും അവരുടെ ഓൺ ഉൽപാദനത്തിൽ ഉണ്ടാക്കിയ പല സാധനങ്ങളും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ ചൈനയ്ക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ്. എവിടെയാണ്? പാകിസ്ഥാനെ വെച്ച് ഇന്ത്യക്കുള്ളിൽ പരീക്ഷിക്കാൻ. അങ്ങനെ പരീക്ഷിച്ച് പലതും വിജയം കണ്ടു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വലിയൊരു മാർക്കറ്റ് ഡിഫൻസിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ചൈനയുടെ ബെനിഫിറ്റ് ആയിട്ട് ചൈന കരുതുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നലെ 1.4 ബില്യൺ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ് കൊടുത്തത്? അതൊക്കെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തി ഏറ്റവും കൂടുതൽ അവർക്ക് ആയുധം വരും ദിവസങ്ങളിൽ വിൽപ്പന നടത്താനും ഈ ഒരു ആയുധ കമ്പോള മാർക്കറ്റിൽ കുറച്ചുകൂടെ നമ്പർ 1 ആകാനുമാണ് ചൈന ശ്രമിക്കുന്നത്. കാരണം അമേരിക്കയൊക്കെ ഒരു പരിധിവരെ ട്രേഡ് നടത്തി ചെറിയ തോതിലുള്ള വരുമാനങ്ങളൊക്കെ തന്നെ നേടിയിരുന്നത്. ഇതുപോലെ വൻതോതിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്തപ്പോഴാണ് അവർ ഏറ്റവും വലിയൊരു GDP ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ ഒരു രാജ്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങളെ ഇങ്ങനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് അവിടുത്തെ പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ഈ ആയുധങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് പണ്ടുകാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന പല വൻകിട രാജ്യങ്ങളും നടത്തുന്ന ഒരു തിയറിയാണ്. ആ തിയറിയാണ് ചൈന ഇപ്പൊ ഇവിടെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാന് ആണവായുധം ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് വരെ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ചൈന P-15 എന്ന് പറഞ്ഞ ഈ ഒരു 200-300 കിലോമീറ്റർ റേഞ്ചുള്ള എയർ ടു എയർ മിസൈലൊക്കെ കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് ഡിനൈ ചെയ്ത് കളയാൻ, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ചൈനയുടെ J കാറ്റഗറിയിൽ വരുന്ന J-17, J-20 ഇതേപോലത്തെ J സീരീസിൽ വരുന്ന കംപ്ലീറ്റ് എയർക്രാഫ്റ്റുകളിലും ഈ PL-15 അഥവാ PL-5E ഇതൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ സെറ്റപ്പ്. പിന്നെ നമുക്ക് അടുത്ത റഫേലിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. റഫേലിൽ മീറ്റിയാർ എന്ന് പറഞ്ഞൊരു മിസൈലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ റഫേൽ എന്ന് പറഞ്ഞ ആ ഫൈറ്റർ ജെറ്റ് മാത്രമല്ല മേടിച്ചത്, അതിന്റെ കൂടെ മീറ്റിയാർ എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽസും കൂടെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതും എയർ ടു എയർ മിസൈൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ റഫേലിന് ഒരു പ്രത്യേകതയുണ്ട്. റഫേലിന് പാകിസ്ഥാന്റെ ബോർഡറിന്റെ ഉള്ളിൽ പോകണ്ട. റഫേൽ ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയും. അതാണ് റഫേലിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് റഫാൽ ജെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. 100 മുതൽ 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഈ റഫേലിലുള്ള മീറ്റിയാർ എന്ന് പറഞ്ഞ മിസൈലിന്. ഇതിന്റെ മാക് 4 ആണ് ഇതിന്റെ സ്പീഡ്. മാക് 4 എന്ന് പറഞ്ഞാൽ ലൈറ്റിനേക്കാളും 4 ഇരട്ടി സ്പീഡ്. അപ്പൊ ഈ ഒരു സ്പീഡാണ് ഇതിന്റെ ഏറ്റവും വലിയ മിസൈലുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്പീഡ് അനുസരിച്ചാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ പറ്റുക. ഇതിലുപരിയായിട്ട് റഷ്യ നമുക്കൊരു മിസൈൽ ഓഫർ ചെയ്യുന്നുണ്ട്, R317M. ഈ R317M എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു മിസൈൽ നമുക്കൊരു ഗുണമുണ്ട്. എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ 300 മുതൽ 400 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, മാക് 6 ആണ്. അതായത് ലൈറ്റിനേക്കാളും 6 മടങ്ങ് വേഗത. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ടാർഗറ്റിനെ അച്ചീവ് ചെയ്ത് വീഴ്ത്താൻ കഴിയും. മിസൈലുകൾ കുറെ ഉണ്ട് എന്നതിന്റെ അർത്ഥം യുദ്ധം വിജയിച്ച് കളയാമെന്നുള്ളതല്ല. ഇന്നലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും നിരീക്ഷിക്കുന്നത് ഡൽഹി, ബോംബെ, കൽക്കത്ത ഇവിടെയൊക്കെ പാകിസ്ഥാൻ അങ്ങ് മിസൈൽ വിട്ടങ്ങ് തകർത്ത് കളയും, ഇതൊന്ന് വെള്ളരിക്കപ്പെടണോ? അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. S-400 ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വിസിബിലിറ്റി ഉള്ള റഡാർ സിസ്റ്റം ഇന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല. റഡാർ ആക്ടിവേറ്റ് ചെയ്ത് ഈ റേഞ്ചിൽ ഇന്ത്യയുടെ സറൗണ്ടിങ്ങിൽ വരുന്ന കംപ്ലീറ്റ് മിസൈൽസും വിസിബിലിറ്റി റേഞ്ചിന് മുമ്പ് തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ ടാർഗറ്റ് കോർഡിനേറ്റ്സിനെ നമ്മൾ S-400 എന്ന് പറഞ്ഞ ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാറിലേക്ക് അയച്ചു കൊടുത്ത് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള മിസൈലുകൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ കഴിയും. യുദ്ധം എന്ന് പറഞ്ഞ് ഓപ്പൺ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ നടക്കും, 1-2 ഒക്കെ മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യയുടെ 7 അയലത്ത് എത്തില്ല പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇങ്ങനെ വെളിയിൽ കാണിക്കുന്ന ഈ ഒരു പടം മാത്രമേ ഉള്ളൂ. അവരുടെ മെയിൻ അജണ്ട തന്നെ പ്രൊപ്പഗൻഡയാണ്. അവർ പേടിച്ചിട്ടാണ് ഈ പ്രൊപ്പഗൻഡയൊക്കെ നടത്തുന്നത്. റഫാൽ ഫൈറ്റർ ജെറ്റ് ഒരു പ്രൂവൻ മോഡൽ അല്ല എന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ മിസൈൽ ഉണ്ടല്ലോ, മീറ്റിയാർ മിസൈൽ സിസ്റ്റം അതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്, അതൊക്കെ പ്രൂവൻ ആണ്. മിസൈലിന്റെ കിലോമീറ്റർ റേഞ്ചും അതേപോലെ മിസൈലിന്റെ ലൈറ്റ് സ്പീഡും ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്.
ഫോർ എക്സാമ്പിൾ, പാകിസ്ഥാൻ ഒരു മിസൈൽ അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആ മിസൈൽ ലൈറ്റിന്റെ സ്പീഡിനേക്കാളും 3 മടങ്ങ് വേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റിന്റെ സ്പീഡിനേക്കാളും ഒരു 4 മടങ്ങുള്ള ഇന്റർസെപ്റ്റർ വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ കഴിയും, വളരെ എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന്. അതായത് അത് ഇങ്ങോട്ട് റീച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ടാർഗറ്റിനെ നമുക്ക് അച്ചീവ് ചെയ്ത് വീഴ്ത്താൻ കഴിയും. ആ രീതിയിലാണ് ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്, ആ രീതിയിലാണ് ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ നിന്ന് ബോംബ് വിട്ട് ഡൽഹിയിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെറുതെ അല്ലല്ലോ ഇരിക്കുന്നത്. തുർക്കി ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ യൂ-ടേൺ അടിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ ആയുധങ്ങളും സപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തുർക്കി പറഞ്ഞിരിക്കുകയാണ്, അയ്യോ ഞങ്ങൾ ഒരു ആയുധവും പാകിസ്ഥാന് കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഓയിൽ റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിൽ സ്റ്റോപ്പ് ചെയ്തത്, അതിലുപരിയായിട്ട് ഞങ്ങൾ ഒരു രീതിയിലുള്ള ആയുധങ്ങളും ഞങ്ങൾ പാകിസ്ഥാന് കൊടുത്തിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് തുർക്കി പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ തുർക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവരുടെ സപ്പോർട്ട് പാകിസ്ഥാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോബ് ഡ്രില്ല്, ഈ ഒരു ഫൈറ്റർ ജെറ്റ് വെച്ച് മോബ് ഡ്രില്ല് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ മോബ് ഡ്രില്ല് പ്രധാനമായിട്ട് നടത്തേണ്ടത് ബോർഡർ ഏരിയയിലാണ്. നമ്മൾ നടത്തുന്നത് ജോധ്പൂർ ഏരിയ, അംബാല, ഈ ഏരിയയിലാണ് ഇന്ത്യ എപ്പോഴും ഈ ഒരു ഡ്രില്ല് നടത്തുന്നത്. കാരണം നമുക്ക് അപ്പുറത്തുള്ള റേഞ്ചും അപ്പുറത്തുള്ള റഡാർ റേഞ്ചും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഡ്രില്ല് നടത്തിയാലും പരിശോധിക്കും. പാകിസ്ഥാൻ അവരുടെ ഉൾപ്രദേശങ്ങളിലുള്ള വില്ലേജിലൊക്കെയാണ് നടത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഈ ഒരു ആസിം മുനീറിന് അയാളുടെ മേലിലുള്ള ഈ ഒരു കറപ്ഷൻ കേസ്, കുറ്റകൃത്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരാൻ പാകിസ്ഥാന്റെ ഉള്ളിൽ പെർമനന്റ് ആയിട്ട് തുടരണം എന്നുണ്ടെങ്കിൽ ഷഹബാസ് ഷെരീഫ് ഇരിക്കുന്ന പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു കസേര അസീം മുനീറിന് വേണം എന്നാണ് അസീം മുനീറിന്റെ ആഗ്രഹം. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടാണ് അസീം മുനീർ ഇപ്പൊ കരുക്കളൊക്കെ നീക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഞ്ചാബ് എന്ന് പറഞ്ഞ റീജിയൻ മാത്രമേ ഉള്ളൂ അവിടെ ആർമി എന്ന് പറയാൻ, ബാക്കി എല്ലാം തന്നെ വിഘടിച്ച് നിൽക്കുകയാണ്. അപ്പൊ എല്ലാ സംഘം, അപ്പൊ ബലൂചിസ്ഥാൻ ആയിക്കോട്ടെ, അതേപോലെ ഖൈബർ പഖ്തൂൺവ മേഖല ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ, സിന്ധ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇപ്പം വളരെ ഈസി ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താം. പക്ഷെ ഇന്ത്യ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവിടെ ഉള്ളത് പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യയുടെ ഒരു വരവിനെയും കാത്ത് ചൈന പോലത്തെ, തുർക്കി പോലത്തെ രാജ്യങ്ങൾ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ കുറച്ച് കരുതലോടെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ യുദ്ധത്തിന് തയ്യാറല്ല എന്നുള്ളതല്ല, ഇന്ത്യ പർപ്പസ്ഫുള്ളി യുദ്ധം എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ എടുത്തുടനെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന അങ്ങനത്തെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. അതാണ് ഇന്ത്യ ചരിത്രത്തിൽ ഉടനീളം തെളിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മോഡേൺ വാർഫെയർ മെത്തേഡിൽ ഈ ഡ്രോണും ഈ ഫൈറ്റർ ജെറ്റുകളും ഈ വക കാര്യങ്ങൾ മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇന്ത്യ തെളിയിക്കും. ആ തെളിവെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇനി ഞെരുങ്ങാൻ പോകുന്നതേ ഉള്ളൂ പല വിധത്തിൽ. സൈഡിൽ, അതായത് ബോർഡറിൽ നിന്ന് ഇന്ത്യ കൊടുക്കുന്ന അറ്റാക്ക് മാത്രമല്ല, ആ രീതിയിലുള്ള ഫൈനാൻഷ്യൽ, സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഈ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഈ ആൾക്കാരെ വളരെ കൃത്യമായിട്ട് കണ്ടെത്തി അവരുടെ താവളങ്ങളിലേക്ക് ഇന്ത്യ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തിയിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ എക്കോണമി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇപ്പൊ തന്നെ വോളറ്റൈൽ ആയിട്ട് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.